അമ്മോ പൊട്ടിത്തെറി കണ്ടപ്പോൾ ഞങ്ങൾ കിളി പോയി. 1.5 HP വെള്ളമടിക്കുന്ന മോട്ടറാണ്. ഇതിനൊക്കെ നമ്മളിപ്പോൾ ഉരുക്കാൻ പോകുന്നത്. ശരിക്കും വീഴുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നന്നായി നമ്മുടെ ഈ കമ്പിത്തിരിക്ക് കത്തിക്കുമ്പോൾ തെറിക്കുന്ന പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ തെറിക്കും. പക്ഷെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ആ കോൾ ഉപയോഗിച്ച് 1000 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്തത് 17 പാസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഓരോ പാസിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇതിൻ്റെ ക്രോസെക്ഷൻ ഏരിയ കുറയുകയും ലെങ്ത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ കസിൻസ് ഇപ്പോൾ ഉള്ളത് പാലക്കാട് കഞ്ചിക്കോടാണ്. അപ്പോൾ അതായത് പുറകെ കണ്ടല്ലോ, അത് ഫുള്ളായിട്ട് സ്ക്രാപ്പാണ്. അപ്പോൾ ഇതൊരുക്കി TMT കമ്പി ഉണ്ടാക്കുന്നത് കാണാനാണ് നമ്മളിപ്പോൾ ഈ ഫാക്ടറിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് TMT കമ്പി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെ ഇവിടെ ഒരു സൈക്കിൾ കിടക്കുന്നുണ്ട്, അവിടെ മുകളിലായിട്ടൊരു സ്കൂട്ടർ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയാണ്. വണ്ടിയുടെ സൈലൻസർ തുടങ്ങി ചെയിന്, അതുപോലെ സ്പീക്കറുകൾ, ഹാർഡ് ഡിസ്ക് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. കോഴിക്കോട് പോളി മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് പീസുകൾ, പക്ഷേ അത് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളാണ്. അപ്പോൾ ഇതല്ലേ, ഇതൊക്കെ ചെയറിൻ്റെ ലെഗാണ്. ഇതൊക്കെ സ്ക്രാപ്പായിട്ട് കൊണ്ടുവന്നത്, അതേ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളാണ്. ഇതേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, പിന്നെ അതേ ഒരുപാട് കമ്പികളും പാർട്സുകളാണ്, പൈപ്പ്, ഗ്രില്ല്, അതുപോലെ ഷട്ടർ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ ആപ്പ് ഓട്ടോറിക്ഷൻ്റെ ബാക്കിലത്തെ ഡോറാണ്. ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ഡോറും ബോണറ്റും ഡിക്കിയും എല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്യാസിൻ്റെ സിലിണ്ടർ കിടക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, സ്ക്രാപ്പായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉരുക്കിയിട്ടൊക്കെയാണ് TMT കമ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറകിൽ ഒരു ചെറിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ചെറിയ മെറ്റലുകൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്, ഒരു ബോക്സ് ടൈപ്പാക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ ഡോറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ബോക്സ് ആക്കി മാറ്റുന്നത്. ഒരു ആപ്പ് ഓട്ടോറിക്ഷൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെ 4 ലിവറുണ്ട്. അപ്പോൾ അത് വലിച്ചിട്ട് ഒരാളിത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഹൈഡ്രോളിക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാപ്പുകൾ മൊത്തത്തിൽ 4 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഹെവി മെറ്റൽ സ്ക്രാപ്പാണ്, പിന്നുള്ളത് സൂപ്പർ മെറ്റൽ സ്ക്രാപ്പും, അതുപോലെ കൊമേഴ്ഷ്യൽ മെറ്റൽ സ്ക്രാപ്പും, പിന്നെ വരുന്നത് കാസ്റ്റ് അയണാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഹെവി മെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വലിയ ട്രാക്ടറുകളുടെ പെട്ടി, അതുപോലെ വരുന്ന ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള അയൺസൊക്കെയാണ് നമ്മൾ ഹെവി മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫർണസിനകത്തോട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട്, ഫർണസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വിടാറാണ് സാധാരണ ചെയ്യാറ്. അതല്ലാതെ ഈ കാസ്റ്റ് അയണും കൊമേഴ്ഷ്യലായിട്ട് പർപ്പസിന് വരുന്ന ചില അയൺസ് ഉണ്ട്. അതായത് കമ്പി വേലി കെട്ടാനും, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ, അങ്ങനെ വരുന്ന അയൺസ് എല്ലാം നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യും. ആ ക്രഷ് ചെയ്തതിന് ശേഷം നേരെ ഫർണസിലേക്ക് പോകും. അപ്പോൾ ഇതല്ലേ, ഇതെല്ലാം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്ന അയൺസ് ആണ്. അതായത് കമ്പി, ചങ്ങല, ചെയിന്, അതുപോലെ ഈ തകരത്തിൻ്റെ ചെറിയ പീസുകൾ. അപ്പോൾ അങ്ങനെയുള്ള പീസുകൾ നമുക്ക് കുഞ്ഞു സാധനങ്ങളെടുത്ത് അതിനകത്ത് ഇടാനുള്ള ഒരു ടൈം കൺസ്യൂമിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ക്യൂബാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് ഡംപ് ചെയ്യാൻ പറ്റും. ഇനി അപ്പുറത്ത് ഹെവി അയൺസ് ഉണ്ട്, അതായത് അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ ഹെവി ആയിട്ട് വരുന്ന അയൺസ് ആണ്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ക്രഷ് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് ഫർണസിലേക്ക് മാറ്റുകയാണ്. അതൊരു മാഗ്നറ്റിക് വന്നിട്ട് എടുത്തിട്ട് നേരെ അതിനകത്ത് കൊണ്ട് ഇടുന്നതാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത് നല്ല തിക്നെസ് ഉള്ള അയണാണ്, നമുക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഇതിന് നമുക്ക് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് കട്ടിങ് ഉപയോഗിച്ച് ആ ഫർണസിനകത്തേക്ക് പോകാവുന്ന ഷേപ്പിലേക്ക് മാറ്റിയിട്ടാണ് അതിനകത്തേക്ക് ഇടുന്നത്. ഏകദേശം 8 ടണ്ണാണ് നമ്മുടെ ഈ ഫർണസിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ ഫർണസിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഹെവി മെറ്റൽ സ്ക്രാപ്പുകൾ ഇടും. അതുപോലെ ഈ ചെറിയ സ്ക്രാപ്പുകളെല്ലാം മാനുവലായിട്ടാണ് ഡംപ് ചെയ്യുന്നത്. ഏകദേശം 2300 kV കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഫർണസ് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് ഹീറ്റ് ചെയ്യുന്നത്. 2.5 മണിക്കൂറോളം ഇത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് 1570 ഡിഗ്രി ടെമ്പറേച്ചർ വരികയും ഇത് ഉരുകി മോൾട്ടൺ സ്റ്റേജിലേക്ക് വരുന്നത്. ഏകദേശം ഒരു 80% ഫില്ലാകുമ്പോൾ, അതായത് ഒരു 6 ടൺ ഫില്ലാകുമ്പോൾ ഇതിൽ നിന്നൊരു സാമ്പിൾ എടുത്ത് സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി സാമ്പിൾ ടെസ്റ്റ് ചെയ്യും.
ഈ സ്ക്രാപ്പെല്ലാം നമ്മൾ ഇതിലേക്ക് ഈ വെസലിലേക്ക് ഇട്ട് ബേൺ ചെയ്യുമ്പോൾ ഇതിന് ചെറിയ പൊട്ടിത്തെറികളുണ്ടാവും. മെറ്റലെല്ലാം ഇടുമ്പോൾ അതിലെവിടെയെങ്കിലും എയർ ലോക്കായി അത് ഹൈ പ്രഷർ ആകുമ്പോൾ ആ എയർ റിലീസ് ആകുമ്പോഴുള്ള പൊട്ടിത്തെറിയാണ് നമ്മൾ മുമ്പ് കണ്ട ആ പൊട്ടിത്തെറി. പൊട്ടിത്തെറി കണ്ടപ്പോൾ ഞങ്ങൾ കിളി പോയി. കാരണം ഞങ്ങളുടെ ഒക്കെ നമ്മുടെ മേലെ വന്ന് വീഴുവോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് ആ അയണിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിംഗ് റൂമിനകത്താണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉന്മേഷുണ്ട് ബ്രോ. അപ്പോൾ അത് എങ്ങനെയാണ് ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ വരുന്നത്? ക്വാളിറ്റി ചെക്കിംഗ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിൽ 75% മെറ്റലായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏകദേശം ഒരു സാമ്പിൾ എടുക്കും. ഇത് സ്പെക്ട്രോമീറ്റർ എന്ന് പറയും. ഇതിൽ വെച്ചിട്ട് സ്പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റീഡിങ് നമുക്ക് സിസ്റ്റത്തിൽ കാണിക്കും. ഓവറായിട്ട് കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് സ്പോഞ്ച് അയണൊക്കെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ISI പറയുന്ന രീതിയിലുള്ള മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വെസലിലേക്ക് സ്ക്രാപ്പ് ഇടുന്നവിടെയും നല്ല ചൂടാണ്. ഞങ്ങൾ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും നല്ല ചൂടായിരുന്നു. പക്ഷേ അവിടെ നിൽക്കുന്നവർ ഈസിയായി നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ശീലമായി. നമുക്കത് ശീലമാകാത്തതുകൊണ്ട് നമുക്കത് ഒരുപാട് ചൂടായി നമ്മൾ പെട്ടെന്ന് നടന്ന് ഓടി മാറുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ മെറ്റലിൻ്റെ മേലെ ഉണ്ടായ സ്ലാഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. അതായത് നമ്മൾ ഈ സ്ക്രാപ്പ് ഇടുമ്പോൾ അതിൽ ഇരുമ്പല്ലാതെ ബാക്കി വരുന്ന സംഭവങ്ങളെല്ലാം സ്ലാഗായിട്ട്, അത് പ്ലാസ്റ്റിക് മറ്റ് കെമിക്കൽസ് എല്ലാം സ്ലാഗായിട്ട് മുകൾ ഭാഗത്ത് നിൽക്കും. അതെല്ലാം കോരി വേറൊരു സംഭവത്തിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ സ്ലാഗ് മാറ്റിയതിന് ശേഷം പ്യുവർ മെറ്റൽ മാത്രമാണ് നമ്മുടെ ക്യുണ്ടിഷിലേക്ക് ഒഴിക്കുക. ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ 1570 എത്തുമ്പോൾ ഏകദേശം 2.5 മണിക്കൂറായിട്ടുണ്ടാവും. അതിനുശേഷം അത് ഡയറക്റ്റായി ക്യുണ്ടിഷിലേക്ക് ഒഴിക്കും. ഈ കാണുന്നതാണ് ക്യുണ്ടിഷ്. ശരിക്കും നമ്മുടെ ഈ വെസൽ ഹൈഡ്രോളിക്കുമായി കണക്റ്റഡാണ്. ഹൈഡ്രോളിക് ഉപയോഗിച്ച് അപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഉരുകിയ സ്ക്രാപ്പ് ക്യുണ്ടിഷിലേക്ക് വീഴുന്നത്. ശരിക്കും വീഴുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നന്നായി നമ്മുടെ ഈ കമ്പിത്തിരിക്ക് കത്തിക്കുമ്പോൾ തെറിക്കുന്ന പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ തെറിക്കും. പക്ഷേ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഇവരൊക്കെ എങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം നല്ല ചൂടാണ്. ഞങ്ങൾക്ക് തന്നെ നിന്നിട്ട് കിളി പോയി. കാരണം ഫുള്ള് ചൂടായി, ക്യാമറയൊക്കെ നന്നായി ചൂടായി. അവിടെ നിന്ന് അത് ഡയറക്റ്റായി മോൾഡിലേക്ക് പോകും ഒഴുകിയിട്ട്. ആ മോൾഡ് താഴെ ഇൻ്റർ കണക്റ്റഡാണ്. ഈ ഒഴിക്കുന്ന നമ്മുടെ മോൾട്ടൺ സ്റ്റേജിലുള്ള അയൺ നേരെ മുകളിലേക്കാണ് കയറി പോവുക. കാരണം താഴെയാണ് കണക്റ്റഡ്. ഒരു 20 മിനിറ്റിന് ശേഷം ഈ മോൾഡ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു മാറ്റുകയും അതിൽ നിന്ന് നമ്മുടെ ഇൻഗോട്ട് പുറത്തെടുക്കുകയും ചെയ്യും. അവസാനം കിട്ടുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഇൻഗോട്ട്. ഈ ഇൻഗോട്ട് പ്രോപ്പറായി അടുക്കി വെച്ചതിന് ശേഷം അതിലെ ടെമ്പറേച്ചർ ഒന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കുറഞ്ഞതിന് ശേഷം ഇതിലെ വേസ്റ്റ് ഭാഗങ്ങളെല്ലാം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ടാണ് ഇത് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. നേരത്തെ എടുത്തു വെച്ച ഇൻഗോട്ടിനെ ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. അതിന് മാനുവലായി എടുത്ത് ഇവിടെ ഇങ്ങനെ പ്രോപ്പറായി അടുക്കി വെച്ചതിന് ശേഷം ഒരു മെക്കാനിക്കൽ പുള്ളിങ് ഉപയോഗിച്ച് തള്ളിവിട്ടാൽ ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് വരെ അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൾ ഉപയോഗിച്ചാണ് ഇവിടെ ഹീറ്റ് ചെയ്യുന്നത്. ആ കോൾ ഉപയോഗിച്ച് 1000 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്തത് 17 പാസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഓരോ പാസിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇതിൻ്റെ ക്രോസെക്ഷൻ ഏരിയ കുറയുകയും ലെങ്ത്ത് കൂടുകയും ചെയ്യും. അതിൻ്റെ ക്രോസെക്ഷൻ ഏരിയ 8 mm ആവുന്നത് വരെ ഇതിൻ്റെ പ്രോസസ്സ് നടക്കും. ഇപ്പോൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് 8 mmൻ്റെ TMT കമ്പിയാണ്. ശരിക്കും ഈ 17 പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഇൻഗോട്ട് ഈ TMT ബാറായി മാറുന്നത്. അത് 16 പാസിൽ കൂടെ കടന്നുപോയി. അവസാനത്തെ പാസിലാണ് ഇതിൽ റിബും, നമ്മൾ TMT ബാർ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊരു റിബ് കാണാം. അതൊരു വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി പോകുന്ന സംഭവം. ആ റിബും അതേപോലെ TMTൻ്റെ ലോഗോയും അതേപോലെ കമ്പനിയുടെ പേരും എല്ലാം അടിക്കുന്നത് ലാസ്റ്റ് സെക്ഷനിലാണ്. TMT ചേംബർ പറഞ്ഞൊരു ചേംബർ ഉണ്ട്.
ഈ TMT എന്ന് പറഞ്ഞാൽ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ്. അതാണ് TMTയുടെ ഫുൾ ഫോം. ടെമ്പറേച്ചർ ഉപയോഗിച്ച് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതിനെയാണ് ഈ TMT ബാസ് എന്ന് പറയുന്നത്. അവസാനം ഈ സ്റ്റീൽ കടന്നു പോകുന്നത് ഫ്ലൈയിങ് ഷീർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെയാണ്. അവിടെയാണ് ഈ കമ്പി 36 മീറ്ററായി കട്ട് ചെയ്ത് കൂളിംഗ് ബെഡിലേക്ക് പോകുന്നത്. കൂളിംഗ് ബെഡിലേക്ക് പോയ ശേഷം കുറച്ച് മിനിറ്റുകൾ കടന്നതിന് ശേഷം അത് 12 മീറ്ററായി കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത ശേഷം 10 എണ്ണം ഉള്ള ബണ്ടിലായി കെട്ടിയിട്ട് അത് യാർഡിൽ സ്റ്റോർ ചെയ്യും. പിന്നീട് അത് ലോറിയിൽ ലോഡ് ചെയ്തിട്ട് വേണ്ട സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഉച്ചയ്ക്ക് വന്നതാണ്, സമയം ഇപ്പോൾ രാത്രിയായി. ഇപ്പോഴാണ് കുറേ ചൂട് പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മുടെ TMT സ്റ്റീൽ ബാർ ഉണ്ടായത്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചൂട്ടത്ത് നിൽക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകണം, ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, കുറേ വെള്ളം കുടിക്കണം, കാരണം ഫുള്ള് ചൂടായിരുന്നു ഇവിടെ. അപ്പോൾ ബൈ.